മനസ്സറിഞ്ഞ് തന്നെയാണ് ചേച്ചിയമ്മ ഈ വരണമല്ല ഞാൻ നിഷേധിക്കുന്നത്. വേണമെങ്കിൽ ഈ താലി എന്റെ കഴുത്തിൽ തന്നെ വീഴുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ അതിന് നിന്നു കൊടുത്ത അനാഥയാക്കപ്പെടുന്നത് സൈറേച്ചിയാ. ചേച്ചിയമ്മയ്ക്ക് അറിയോ, സത്യം പറഞ്ഞ ശിവേട്ടനെ ഒരു നിമിഷം പോലും ഞാൻ സ്നേഹിച്ചിട്ടില്ല. എനിക്കതിനാവുകയുമില്ല. ദേവേട്ടനെ കിട്ടാത്തുകൊണ്ടുള്ള വാശി തീർക്കാനും ഇന്ദുവിനെ നശിപ്പിക്കാനുമാ ഞാൻ ശിവേട്ടനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ സൈറേച്ചി അങ്ങനെയല്ല. ഒരു ജന്മം മുഴുവൻ അനുഭവിച്ചത്രയും ശിവേട്ടനെ സ്നേഹിച്ചതിന് പേരില്ല. അങ്ങനെയുള്ള പാവത്തിൽ നിന്ന് ശിവേട്ടനെ തട്ടിയെടുത്ത ഈശ്വരൻ പോലും എന്നോട് പൊറുക്കില്ല ചേച്ചിയമ്മ. അതുകൊണ്ടാ എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞത്. ഈ വീട്ടിലെ സന്തോഷം കെടുത്താൻ മാമനും അമ്മയ്ക്കൊപ്പം വേഷം കെട്ടി ഇറങ്ങിയവളാ ഞാൻ. പക്ഷെ ഇപ്പൊ അത്തരം ചിന്തകളൊന്നും എന്റെ മനസ്സിലില്ല. അമ്മയുടെ മാമന്റെ താളത്തിനൊത്ത് തുള്ളി ബലിയാടായി പോയത് എന്റെ ജീവിതമാണെന്ന് തിരിച്ചറിയാൻ കുറച്ചു ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു എനിക്ക്. ഇപ്പൊ എന്റെ മനസ്സിൽ അവശേഷിക്കുന്ന ആ മോഹം എന്താണെന്ന് ചേച്ചിയമ്മയ്ക്ക് അറിയോ? ഇല്ല മോളെ. ഒരു പന്തലിൽ ശിവേട്ടനും ദേവേട്ടനും സൈറേച്ചി ഇന്ദുവിനെ കെട്ടണമെന്നാ. ആ രംഗം കണ്ണിറയെ കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ. അതിനു വേണ്ടിയിട്ട് കൂടിയാ ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നത്. അല്ലെങ്കിലും മാളിയേക്കലേക്ക് ഇനിയൊരു മടക്കം എനിക്ക് ഉണ്ടാവില്ല. അത്രയേറെ ഞാൻ വെറുത്തുപോയി അവിടെ. മോളെ, ഞാൻ എന്താ നിന്നോട് പറയണ്ടേ? എങ്ങനെ നിന്നെ ആശ്വസിപ്പിക്കേണ്ടേ? ഒന്നും എനിക്കറിയില്ല മോളെ. അതൊന്നും വേണ്ട ചേച്ചമ്മേ. സ്നേഹിക്കുന്നവര് തമ്മിലാ ചേരേണ്ടത്. അങ്ങനെ തന്നെ അത് നടക്കട്ടെ. ശേഷിച്ച ജീവിതത്തിൽ അവരുടെ സന്തോഷം മാത്രം മതി. എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ. ഞാൻ ചേട്ടച്ചനൊന്ന് കാണട്ടെ. ഈ സന്തോഷ വാർത്ത ഞാൻ മഹേട്ടനെ അറിയിക്കട്ടെ. മോള് വാ. സന്തോഷിക്ക്. ശിവേട്ടന്റെ താലി സൈറയുടെ കഴുത്തിൽ വീഴുമ്പോ ദേവേട്ടന്റെ താലി വീഴുന്നത് ഹിന്ദുവിന്റെ അല്ല, ഈ മഹിതയുടെ കഴുത്തിലായിരിക്കും. പൂജ കഴിച്ചപ്പോ തിരുമേനി നിങ്ങളുടെ സമയം തീരെ മോശമാണെന്ന് പറഞ്ഞു. സൂക്ഷിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. വിവരമുള്ളവനാ തിരുമേനി. കുറച്ച് വഴിപാടുകൾ കഴിക്കാൻ അദ്ദേഹം കുറിച്ച് തന്നിട്ടുണ്ട്. ദാ, സൗകര്യപ്പെടുമെങ്കിൽ അതൊക്കെ ഒന്ന് കഴിച്ചേര്. ആ പിന്നെ വഴിപാട് കഴിക്കാൻ പറഞ്ഞത് എന്റെ സമാധാനത്തിനല്ല കേട്ടോ. അങ്ങനെ ധരിക്കണ്ട. അവനവന് വേണമെങ്കിൽ ചെയ്താൽ മതി. വഴിപാട് ശിവശിവ, എന്താ നീ കാട്ടണേ? അറിയാത്ത പിള്ള ചൊറിയും പറയുന്ന ഞാൻ കേട്ടിരിക്കണേ. ശിവശിവ, കലികാലം. അവന്റെ ഒരു വഴിപാട്. മഹിത ജയിലിൽ നിന്ന് വിട്ടില്ലെന്നാ തോന്നുന്നേ. എങ്കിൽ ഈ നാട്ടുകാരുടെ ഭാഗ്യം. ശിവശിവ. മഹിത എവിടെയടി? അവള് വന്നില്ല ഏട്ടാ. വിടാഞ്ഞതല്ല, വരാഞ്ഞതാ. ചിലപ്പോ ജയിലിലങ്ങ് വല്ലാതെ ഇഷ്ടമായി കാണും. കമ്പനിക്ക് പറ്റിയവരൊക്കെ അതിനകത്ത് കാണുമല്ലോ, അതാ. വന്നില്ലെന്നോ? പിന്നെ അവളവിടെ പോയി? കളപ്പുരക്കിലേക്ക്. ഇനി മുതൽ അവൾ അവിടെ നിൽക്കാന്നാ പറഞ്ഞേ. ഇങ്ങോട്ട് വരുന്നില്ല എന്ന്.
രേവതി, വേഗം ഗൗരിയോട് നിന്റെ പൂജാരി പോയിന്ന് കാണാൻ പറയ്. കഷ്ടകാലം വിക്രമനെ അല്ല ചുറ്റിയിരിക്കുന്നത്, ഗൗരിയാണ്. എന്നാലും അവൾ എന്തിനാ അങ്ങോട്ട് പോയത്? യെസ്, ഇപ്പോഴല്ലേ അവളുടെ മനസ്സിലിരിപ്പ് എനിക്ക് പിടുത്തം കിട്ടിയത്. അതായത് ഗൗരിയുടെ കുടുംബം തകർക്കാൻ വേണ്ടിയാവും മഹി അവിടെ താമസിക്കാൻ തീരുമാനിച്ചത്. മുമ്പ് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അന്നേ എനിക്കറിയാം അവളൊന്നും മറക്കില്ലെന്ന്. ഇപ്പൊ എനിക്ക് ഉറപ്പായിടി ഊർമിളെ, അവൾക്ക് നിന്റെ ചോര ഗുണം കിട്ടിയിട്ടുണ്ടെന്ന്. ഇനി അവൾ ഒരു കലക്കും. കലക്കാൻ കുമ്മായോ വാങ്ങിയാണോ അവള് കളപ്പുരക്കിലേക്ക് പോയിരിക്കുന്നത്? അല്ല പിന്നെ. ഏട്ടൻ കരുതുന്ന പോലെ ഒരു പോക്കല്ല അവളുടേത്. പിന്നെ എല്ലാം നേരെയാക്കാനാ അവളുടെ ഉദ്ദേശം. മനസ്സിലായില്ല. മനസ്സിലാവണേ തലയ്ക്കകത്ത് തലച്ചോറ് വേണം, അല്ലാതെ കൊലച്ചോറല്ല വേണ്ടത്. ശിവന്റെയും സൈറയുടെയും വിവാഹം നടത്തി കൊടുക്കാനാ അവള് പോയിരിക്കുന്നത്. ഒപ്പം ദേവന്റെ ഇന്ദുവിന്റെ. ഊർമിളെ, നീ എന്തൊക്കെയാ പറയുന്നേ? സത്യ ഏട്ടാ ഞാൻ പറഞ്ഞത്. പ്രതികാരത്തിനൊന്നും അവൾക്കിനി താല്പര്യമില്ലാന്ന്. ആവശ്യമില്ലാത്തതിനൊക്കെ കൂട്ടുനിന്ന് അവളുടെ ജീവിതം നശിച്ചെന്ന്. അതിനൊക്കെ കാരണക്കാര് നമ്മളാണെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ അവള് പോയതേട്ടാ. അതൊക്കെ മഹിതയുടെ നമ്പർ തന്നെയാ രേവതി, ഇല്ലേ നീ കണ്ടോ? അത് ശരി. അപ്പൊ അങ്ങനെയാണ് സംഗതികൾ അല്ലേ? ജയിലിൽ കിടന്നപ്പോൾ അവൾക്ക് മാനസാന്തരം വന്നത്രേ. വരട്ടെ, അതിലൊന്നും വിക്രമൻ ഒരു സന്തോഷക്കുറവുമില്ല. പക്ഷേ ഞാൻ ആരുടെ മുമ്പിലും മുട്ടുകുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്റെ തേർവാഴ്ച അവസാനിപ്പിക്കുകയില്ല. ഊർമിളെ, അതിന്റെ ഇടയ്ക്കെങ്ങാനും നിന്റെ മോള് വന്ന് വട്ടം വീണ ആ നിമിഷം തൊട്ട് അങ്ങനെ ഒരുത്തിയെ നീ പെറ്റിട്ടില്ല. അത് നീ മനസ്സിലുറപ്പിച്ചോണം. കൊന്നു കളയും ഞാൻ. ഓയ് മാമ, അല്ല ഇതെങ്ങോട്ടാ? ഇന്ദു എന്തി? ദേ, ഞാൻ ഈ വേസ്റ്റ് ഒന്ന് കളയാൻ ഇറങ്ങിയതാ. അവള് ആ കായൽക്കരയിൽ ഇരിപ്പുണ്ട്. ആഹാ, കായലിൽ നോക്കി കവിത എഴുതാനുള്ള പുറപ്പാടിലാണോ ഇന്ദു? കവിതയല്ല, മൂഡ് കണ്ടിട്ട് ഏതോ ശോകഗാനം എഴുതാനുള്ള സാധ്യതയുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ശോകഗാനോ? അതെന്താ? എന്താന്ന് നീ തന്നെ നേരിട്ട് ചോദിക്ക്. എന്തോ ടെൻഷൻ അടിച്ചുണ്ട് കക്ഷിക്ക്. എന്തോ ഒരു സങ്കടഭാവ ഞാൻ കണ്ടത്. അതൊക്കെ ഇപ്പൊ സന്തോഷാവില്ലേ മാമ? ഇല്ലേ, സന്തോഷാക്കില്ലേ ഈ ദേവപ്രസാദ്? അതിനുള്ള ഈ ഗുലുഗുലുമായിട്ടാ ഇപ്പൊ എന്റെ വരവ്. എന്നാ നേരം കളയാതെ ചെന്ന് കാമുകൻ സന്തോഷിപ്പിക്കാൻ നോക്ക്. ഞാനേ ഈ വേസ്റ്റ് കൊണ്ടു കിടക്കട്ടെ, അല്ലെങ്കിൽ പഞ്ചായത്ത് വണ്ടി അതിന്റെ പാട്ടിന് അങ്ങ് പോകും. ഓക്കേ, ശരി. ഓ, എന്താണ് കായലിലേക്ക് നോക്കിയെന്നൊരു ആലോചന? അല്ല, ആഫ്റ്റർ മാരേജ് നമ്മുടെ ലൈഫിനെ കുറിച്ചുള്ള പ്ലാനിങ്ങില്ല? ഞാൻ വെറുതെ. ഇന്ദുവിന് ജീവിതത്തെ കുറിച്ച് ചിന്തയില്ലെങ്കിലും എനിക്കുണ്ട്. ഒരുപാട് കാലം കൊണ്ട് ആ സ്വപ്നങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ വെച്ചിരിക്കായിരുന്നു. അന്ന് ഈ സ്ഥലത്ത് വെച്ച് ഇന്ദു എന്നോട് കല്യാണത്തിനുള്ള സമ്മതം മൂളിയപ്പോ വീണ്ടും ഞാൻ ആ സ്വപ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങി. അത് വേണ്ട ദേവേട്ടാ, സ്വപ്നമല്ലേ, ചിലപ്പോ നടന്നില്ലെങ്കിലോ? എന്റെ ഇന്ദു, നീ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് മാത്രം ചിന്തിക്കല്ലേ. ഇനി ഒരാൾക്കും നമ്മുടെ സ്വപ്നങ്ങൾ തടയാനാവില്ല. നീ ഒന്ന് കണ്ണടച്ച്. എന്തിനാ? അടക്കി പറയാം.
പക്ഷെ ഇതിനൊക്കെ ചേർത്ത് നീ എനിക്കൊരു വില തരണം. ദേവൻ. പിന്നെ നിന്റെ കണ്ണീരും. ഇനി കണ്ണു തുറന്നു. ഇതെന്താടോ, സന്തോഷ കണ്ണീരാണോ? എന്റെ കണ്ണടഞ്ഞിരുന്നപ്പോ അറിയാതെ വന്നതാ. അല്ല, അല്ലെങ്കിലും ഇന്ദുലേക്ക് ഇത്തിരി കണ്ണീര് കൂടുതലല്ലേ? ദേ, നീ ഇത് നോക്ക്, എന്നിട്ട് ഇതിലൊരെണ്ണം സെലക്ട് ചെയ്. അല്ല, വിഷ്ണു ഫോട്ടോ അയച്ചിരുന്നില്ലേ? ആ, അതെ, വേഗം സെലക്ട് ചെയ്. എന്റെ മനസ്സറിയുന്ന ആളാണെങ്കിൽ ഇതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർഡ് തന്നെ ഇന്ദു സെലക്ട് ചെയ്യും. എന്താ? അതെ, വേഗം. എനിക്കങ്ങനെ മനസ്സറിയാനുള്ള കഴിവൊന്നും ഇല്ല ദേവേട്ട. എല്ലാവരുടെയും മനസ്സ് വേദനിപ്പിക്കാനുള്ള കഴിവേ ഉള്ളൂ. പിന്നെ സ്വയം വേദനിക്കാനും. ദേ വീണ്ടും സെന്റി ഡയലോഗ്. ഹോ, എന്റെ ഇന്ദു, നീ ഇതൊന്ന് സെലക്ട് ചെയ്. കുറെ കാലമായില്ലേ ഇന്ദുവിന്റെ മനസ്സിൽ ദേവനെയും ഈ ദേവന്റെ മനസ്സിൽ ഇന്ദുവിനെയും കൊണ്ടു നടക്കുന്നു. ഈ സെലക്ഷനിൽ അറിയാം നമ്മുടെ മനപ്പുറത്തുമൊക്കെ. സെലക്ട് ചെയ്യുന്നേ. അതിനാര് പറഞ്ഞു ഇന്ദുവിന്റെ ഉള്ളിൽ ദേവേട്ടനാണെന്ന്? ഉണ്ടായിരുന്നു. പക്ഷേ ഹലോ, എന്ത് പക്ഷേ? എന്താ എന്റെ ഇന്ദു ഇങ്ങനെ? ഇന്നു മുതൽ ഇന്ദു ഇങ്ങനെയാ. ഇന്നു മുതലോ? ചുമ്മാ കളി പറയല്ലേ. ഇന്നലെയല്ലേ നീ ഇവിടെ വെച്ച് കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞത്? അത് ഇന്നലെയല്ലേ? ഇന്നെനിക്കിഷ്ടമല്ല ഈ കല്യാണത്തിന്. ഇഷ്ടമല്ലെന്നോ? ഇന്ദു, ഈ മുഖത്ത് നോക്കാതെയുള്ള സംസാരം ഇനി വേണ്ട. എന്താ നിനക്ക് പറ്റിയത്? ഇന്ദു, നിന്റെ ദേവേട്ടന് ഇഷ്ടമല്ലെന്ന് നിനക്കെന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ? ഇഷ്ടമല്ല. ദേവേട്ടന് ഇന്ദുവിന് ഇഷ്ടമല്ല. കല്യാണത്തിന് സമ്മതമല്ല. എന്റെ ഇന്ദു ഒരിക്കലും ഇങ്ങനെ പറയില്ല. നീ ചുമ്മാ വേദനിപ്പിക്കാൻ പറയല്ലേ. വേണ്ട ഇന്ദു, ഇതുവരെ ഇത്രയൊക്കെ വേദനിപ്പിച്ചത് മതി. ഇനി വേണ്ട. ഇന്ദു, പറയന്തു, നീ എന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞല്ല ഇഷ്ടമല്ലെന്ന്. ഇന്ദു, പറ. അല്ല, ഒന്ന് നിന്നേ. ഓക്കെ, ശരി, എന്നെ നിനക്ക് ഇഷ്ടമല്ല. പക്ഷെ അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിയണം. നിന്റെ മൗനം കാണുമ്പോ നീ വീണ്ടും നമ്മുടെ പ്രണയത്തിന് വിലയിട്ടോ?
ഉണ്ടാവും. ആർക്കെങ്കിലൊക്കെ സത്യം ചെയ്തു കൊടുത്ത് എന്നെ വേദനിപ്പിക്കലാണല്ലോ നിന്റെ ഹോബി. അന്ന് ശിവേട്ടൻ, ഇന്ന് ആരാ? ദേ, ഞാൻ റെഡിയാ. ഇനി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ. അത്രയ്ക്ക് ഇഷ്ടമായെന്തോ എനിക്ക് നിന്നെ. ആർക്കും ഞാൻ സത്യം ചെയ്തു കൊടുത്തിട്ടൊന്നുമില്ല. ഞാൻ ദേവേട്ടന് ചേർന്നൊരു പെണ്ണല്ല. എന്നെക്കാളും യോഗ്യതയുള്ളൊരു പെണ്ണിന് ദേവേട്ടന് കിട്ടും. ഒന്ന് നിന്നേ. എങ്ങനെ തോന്നുന്നു എന്തോ നിനക്ക് ഇങ്ങനെ പറയാൻ? നിന്നേക്കാൾ യോഗ്യതയുള്ളൊരു പെണ്ണ്. അപ്പോ എന്നേക്കാൾ യോഗ്യതയുള്ള ഒരാളെ കിട്ടിയത് കൊണ്ടാണോ നീ എന്നെ വേണ്ടാന്ന് പറഞ്ഞത്? എന്തേ, നൊന്തോ? എന്തിനാ? അതെ, നിനക്കിപ്പോ നോവില്ലല്ലോ. എന്നും എന്നെ നോവിക്കാനാണല്ലോ നിനക്കിഷ്ടം. ആയിക്കോട്ടെ. പക്ഷെ എന്റെ ചേച്ചിയമ്മയും വിഷ്ണുവും, അവരുടെയൊക്കെ മനസ്സ് വേദനിപ്പിക്കാൻ എന്നെ കൊണ്ടാവില്ല. അതുകൊണ്ട് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ഈ കല്യാണം നടന്നേ പറ്റൂ. പ്ലീസ്. നടക്കില്ല. എന്റെ സമ്മതമില്ലാതെ ദേവേട്ടൻ എന്നെ സ്വന്തമാക്കാൻ പറ്റില്ല. അതിന് ശ്രമിച്ച പിന്നെ എന്തും ഉണ്ടാവില്ല. നിക്ക്. ഇല്ല, അങ്ങനെ അവസാനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു വാക്കുകൊണ്ട് എല്ലാവരുടെ സന്തോഷം കളഞ്ഞു പോവാൻ എന്റെ ഇന്ദു നിന്നെ ഞാൻ സമ്മതിക്കില്ല. നിന്റെ കഴുത്തിലൊരു താലി കെട്ടാൻ, നിന്നെ എന്റെ പെണ്ണാക്കാൻ ഇനിയും നിന്റെ സമ്മതം എനിക്ക് വേണ്ട ഇന്ദു. എന്നെ തൊടാൻ നിങ്ങൾക്ക് എന്താ അവകാശം? എന്റെ ജീവിതം അത് ആർക്കൊപ്പം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ. ആ ജീവിതം കളപ്പുരയ്ക്കൽ ദേവപ്രസാദിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് സമ്മതമല്ല. നിർത്തടി. കുറെ നേരമായല്ലോ നീ സമ്മതമല്ല ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, സത്യത്തിനും വാക്കിനും വില കൊടുത്ത് ജീവിച്ച ആ അച്ഛന്റെ മോള് തന്നെയാണോ നീ? അതോ നീ വേറെ എന്തു? നീ എന്നെ ഓരോ തവണ അകറ്റി നിർത്തിയപ്പോഴും നിന്നോടുള്ള ഇഷ്ടമില്ലേ ഈ ദേവന്റെ മനസ്സിൽ കൂടിയിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പോ ഈ നിമിഷം മുതല് ദേവന്റെ മനസ്സിൽ ഇന്ദുവിനോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ. വെറുപ്പാ ഈ ദേവൻ ഇന്ദുലേഖയോട്.
ചേച്ചിമേ, ഞങ്ങളുടെ സെലക്ഷൻ പൊളിച്ചു. ഇവിടെ ഇങ്ങോട്ട് വാ. ആ, ഇവിടെ ഉണ്ടായിരുന്നോ? ഇതാ എന്താ വിഷ്ണു നീ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വാ, എന്ത് സെലക്ഷന്റെ കാര്യം നീ പറഞ്ഞത്? ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. അത് ഞാൻ വന്നത് ഇഷ്ടപ്പെടാത്തോണ്ട് വിഷ്ണു നുണ പറഞ്ഞതല്ലേ? എനിക്കറിയാം. വിഷ്ണു, നീ ഒന്ന് ഇവിടെ ആയിരുന്നു. മോളെ മഹി, അവനും ദേവനും കൂടി വെഡിങ് കാർഡ് സെലക്ട് ചെയ്യാൻ പോയതാ. ഗൗരിയോട് ഞാനത് പറഞ്ഞില്ല. മോനെ വിഷ്ണു, ചേട്ടച്ചൻ വിളിച്ച കേട്ടില്ലേ? വന്നേ, ഇവിടെ വന്നിരുന്നേ. ഇനി ഞാൻ ഇവിടെ ഇരിക്കുന്നത് വിഷ്ണുവിന് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പോയേക്കാം. മോളെവിടെ ഇരിക്കേ, അവൻ ഒരു പ്രശ്നവുമില്ല. ഡാ, അതിങ്ങ് കൊണ്ടുവാ, നോക്കട്ടെ. നീ ഇങ്ങോട്ട് ഇരിക്കടാ. ഇത് നോക്കിയേട്ടാ. വിഷ്ണു പേടിക്കണ്ട. ഇവിടുന്ന് പോയ ആ പഴയ മഹിതയല്ല ഞാൻ. ഈ ഒരു സംഭവത്തോടെ ഒരുപാട് പാഠങ്ങൾ ഞാൻ പഠിച്ചു. ശരിയും തെറ്റുമൊക്കെ തിരിച്ചറിയാനും പറ്റി. ഇനി ഒരിക്കലും നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ ഒരു തടസ്സമായി ഈ മഹിത ഉണ്ടാവില്ല. അതെ മോനെ, കുറച്ചു മുമ്പാ ഇവള് ജയിലിൽ നിന്ന് ഇറങ്ങിയത്. കൂട്ടാൻ ഊർമിള ചെന്നെങ്കിലും മാളേക്കിലേക്ക് പോവാൻ മഹിത കൂട്ടാക്കിയില്ല. ഇനിയും മോശപ്പെട്ടൊരു ജീവിതം ഇവൾ ആഗ്രഹിക്കുന്നില്ല. അമ്പടി കളി. ഈ പാവങ്ങളെ നീ കയ്യിലെടുത്തല്ലേ? പക്ഷെ ഞങ്ങളാരും കുടിച്ച വെള്ളത്തിൽ പോലും നിന്നെ വിശ്വസിക്കില്ല. ഇതൊക്കെ ഇവിടെ കയറി പറ്റാനുള്ള നിന്റെ അഭ്യാസമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അല്ല, എന്താ മോനെ നീ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല ചേട്ടച്ചാ. ഓരോ മനുഷ്യർക്കുണ്ടാവുന്ന ചേഞ്ചിന്റെ കാര്യം ഓർത്തിരിക്കുമായിരുന്നു ഞാൻ. സത്യം പറഞ്ഞ വിശ്വസിക്കാൻ പറ്റുന്നില്ല മഹിതയുടെ മാറ്റങ്ങള്. അല്ലെങ്കിലും ചീത്തയായി നടക്കുന്നവരുടെ മാനസാന്തരത സമൂഹം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പാടാ. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. തെറ്റ് തിരുത്തിയെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടത് പിന്നീടുള്ള ജീവിതം കൊണ്ടാ. ഞാൻ അത്തരം ഒരു പരിശ്രമത്തിലാ. നിങ്ങൾ ഓരോരുത്തരും ഇനിയുള്ള ജീവിതം കണ്ടിട്ട് എന്നെ വിശ്വസിച്ചാ മതി. എന്തായാലും ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് ആ പരിശ്രമങ്ങൾ വിജയിക്കാൻ. വിഷ്ണു, എന്നെ കണ്ട ഉടൻ മഹി ആദ്യം പറഞ്ഞ എന്താന്നറിയോ? ശിവന്റെ സൈറയുടെയും കല്യാണം നമുക്ക് നടത്തി കൊടുക്കണം ചേച്ചിയമ്മേന്ന്. ഒപ്പം ദേവന്റെ ഇന്ദുവിന്റെയും വിവാഹവും നടത്തണം. എല്ലാത്തിനും മഹിത തന്നെ മുമ്പിലുണ്ടാവുന്നു. നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ ഇവളുടെ ഈ മാറ്റം? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇനിയൊട്ട് പ്രതീക്ഷിക്കുന്നുമില്ല. അല്ലെങ്കിലും ചില അനുഭവങ്ങൾ മനുഷ്യനെ അടിമുടി മാറ്റിക്കളയും. ചരിത്രത്തിലൊക്കെ ധാരാളം പേര് അങ്ങനെ നന്നായിട്ടുണ്ട്. അതൊക്കെ ഒരു യോഗ. സത്യം പറഞ്ഞ മഹിത വന്ന അനുവാദം തന്നിട്ട് മതി വിവാഹം എന്ന നിലപാടിലായിരുന്നു ഞാൻ. പക്ഷേ ചേട്ടച്ചനായിരുന്നു എല്ലാം വേഗത്തിലാവട്ടെ എന്ന് തീരുമാനിച്ചത്. അല്ല, നിങ്ങൾ ഈ കാർഡ് സെലക്ട് ചെയ്തത് എന്നോടും കൂടി ആലോചിച്ചിട്ട് പോരായിരുന്നോ? അതിന് മോഡൽസ് മാത്രം സെലക്ട് ചെയ്ത് വെക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ. യുവമാരത് ആഘോഷമാക്കിയെന്നേ ഉള്ളൂ. എന്തായാലും നോക്ക്. അല്ല, ദേവനെവിടെ? അവന് നീ ഒരുമിച്ചല്ലേ പോയത്? ദേവേട്ടൻ അവരുടെ കാർഡ് ഏടത്തിമ്മയുടെ അടുത്തേക്ക് പോയി. അതുള്ള അതേതായാലും നന്നായി. ഇന്ദുവിന് ഒരുപാട് സന്തോഷാവും. അവരെ തമ്മിൽ അകറ്റാൻ എന്തൊക്കെ മോശം പ്രവൃത്തികളാ ഞാൻ ചെയ്തത്. എനിക്കിപ്പോ അത് ഓർക്കുമ്പോ മരിച്ചു കളയാൻ തോന്നുന്നു. ആവശ്യമില്ലാത്ത തോന്നലൊന്നും വേണ്ട. എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി. ദേ, ഇതില് മൂക്ക് ഇഷ്ടപ്പെട്ട കാർഡൊന്ന് സെലക്ട് ചെയ്തേ. ഇത് നല്ല ഭംഗിയുണ്ട്. ശരിക്കും എനിക്കും ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയാ. എന്നാ അതങ്ങ് ഉറപ്പിക്കാം. നോക്ക്. ഇവളാണ് മഹിത.
കയറി ഒന്ന് പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു. ശിവേട്ടാ, പേടിക്കണ്ട കേട്ടോ. ഞാൻ അവകാശം സ്ഥാപിക്കാനോ ഇടങ്കോലിടാനോ വന്നതല്ല. ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിക്കാൻ കൂടിയാ വന്നത്. നിങ്ങൾ എല്ലാവരും എന്നോട് പൊറുക്കണം. മോളെ ഇന്ദു, ഒക്കെ അടുക്കി പെറുക്കി മോളെ എങ്ങോട്ടാ? ഞാൻ പോവാ മാമ. പോകുവാന്നോ? എങ്ങോട്ട്? അമ്മയുടെയും കാത്തുവിന്റെ അടുത്തേക്ക്. ഇനിയുള്ള കാലം അമ്മയോടൊപ്പം ജീവിക്കാൻ എന്റെ തീരുമാനം. അല്ല, പെട്ടെന്ന് ഇങ്ങനെ തീരുമാനം എടുക്കാൻ മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായേ? ചില തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കേണ്ടി വരും മാമ. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കാണില്ല. എന്തായാലും തിലകമാമ മക്കളുടെ അടുത്തേക്ക് എന്നെ പൊയ്ക്കോ. എപ്പോഴും ഉച്ചവരെ തന്നെയാ നല്ലത്. മോളെ, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കല്ലേ. എന്തോ കാര്യമായി എന്റെ മോളുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ട്. അല്ലാതെ മോള് ഇങ്ങനൊരു തീരുമാനം എടുക്കില്ലല്ലോ. അത് മാമന് തോന്നുന്നതാ. നേരം കളയാതെ മാമനും അറിയിക്കോ. ഞാൻ ആ ജോയിച്ചനെ വിളിച്ച് പറഞ്ഞോളാം. താക്കോലെ പുറത്ത് വെച്ചാ മതി. മോളെ ഇന്ദു, ഞാനൊരു ഭാരമാകുന്ന കരുതി മോള് പേടിക്കണ്ട. ഈശ്വരൻ ഏതെങ്കിലും ഒരു കടത്തിണ്ണ എനിക്ക് വേണ്ടി ഒഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു ആവേശത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോ മറക്കാൻ കഴിയാത്ത പലതും നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് എന്റെ മോൾ ഓർക്കണം. ദേവേട്ടന്റെ കാര്യമല്ലേ മാമ പറഞ്ഞേ? അതെ മോളെ, അവന്റെ കാര്യം തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. നിന്നെ സ്നേഹിക്കുക മാത്രമല്ലേ അവൻ ചെയ്യുന്നുള്ളൂ. ജീവശ്വാസം പോലെ നിന്നെ കൊണ്ടുനടക്കുന്ന ദേവനെ എത്ര കാലം കൊണ്ട് നിനക്ക് മറക്കാൻ കഴിയുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല മാമ, ഇപ്പോ അത്തരം ചിന്തകളൊന്നും എനിക്കില്ല. എത്ര കാലമൊന്നല്ല, എന്റെ ജീവിതകാലം മുഴുവനും എടുത്താലും ആ മനുഷ്യനെ മറക്കാൻ എനിക്ക് കഴിയില്ല. മറക്കേയില്ല. നിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ദേവന്റെ കാര്യത്തിലോ? അവൻ എത്രമാത്രം കൊതിക്കുന്നുണ്ടെന്നോ നീയുമായിട്ടുള്ളൊരു ജീവിതം. ആ നല്ല മനസ്സിനെ വേദനിപ്പിച്ചിട്ട് പോയാ എന്റെ പൊന്നുമോളെ ഒരു കാലത്തും നീ ഗുണം പിടിക്കില്ലേ. ശപിക്കണതല്ല, ശാപത്തെപ്പറ്റി ഓർമ്മിപ്പിച്ചതാ. അവൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പോയേ പറ്റൂ. ജീവിതം എന്നല്ല, എന്തും വിധിച്ചതേ കിട്ടൂ. കുതിച്ചത് കിട്ടണമെന്നില്ല. എന്റെ കാര്യത്തിൽ ഇപ്പൊ അങ്ങനെയല്ല. ഇനി മോളോടൊന്നും പറയാൻ ഞാൻ നിൽക്കണില്ല. പോവുകയോ പിരിയുകയോ ഒക്കെ മോളുടെ ഇഷ്ടം. പക്ഷെ ഈ സമയത്ത് പോയാ ഏത് നേരത്ത് വീട്ടിൽ ചെല്ലാനാ? വണ്ടിയും വെള്ളമൊന്നും നമ്മുടെ സമയത്തിനല്ല ഓടുന്നത്.
അതുകൊണ്ട് നേരം വെളുത്തിട്ട് പോയാൽ മതി. അതാകുമ്പോ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ചിറങ്ങാലോ. എന്നിട്ട് വഴിയിൽ രണ്ടായിട്ട് പിരിയാം. അത് മതി. കയ്യിലെടുക്കാതെയൊന്നുമില്ല. കയ്യിലുള്ള ബാണക്കെട്ട് ഞാനും ഒന്നൊരുക്കി വെക്കട്ടെ. മഹിത, ജ്യൂസ്. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. സാരമില്ല, മഹിത കുടിക്കും. ആഹാ, സൂപ്പർ ടേസ്റ്റ് ആണല്ലോ. താങ്ക്സ്. അതെ, ഞാന് സാരേച്ചിന്ന് വിളിച്ചോട്ടെ. വിഷ്ണുവൊക്കെ വിളിക്കുന്ന കേൾക്കുമ്പോ കൊതി തോന്നുന്നുണ്ട്. അതിനെന്താ, മഹിതയ്ക്ക് ഇഷ്ടമുള്ള പോലെ വിളിച്ചോ. ഞാൻ വിളി കേട്ടോളാം. അതുപോലെ. ആഹാ, ആളിങ്ങനെ ജോലിയായി സംസാരിക്കുന്ന കൂട്ടത്തിലല്ലേ? കണ്ടാ പറയില്ല കേട്ടോ. ഉള്ളിൽ എന്ത് വിഷമം ഉണ്ടെങ്കിലും മറ്റുള്ളവരോട് ഇടപെടുമ്പോ ഞാനതൊന്നും പുറത്തു കാട്ടാറില്ല. ഇസ്മായിൽ ഉപ്പ പഠിപ്പിച്ച ശീലങ്ങളിലൊന്നാ അത്. അതാരാ ഇസ്മായിൽ ഉപ്പ? എന്റെ പാപ്പയാ, മരിച്ചുപോയി. ഓ, സോറി. അതിനെന്താ സോറി പറയുന്നേ? അല്ല, പെട്ടെന്ന് ഞാൻ ഉപ്പയെ പറ്റി ചോദിച്ചപ്പോ സാരേച്ചിക്ക് വിഷമിച്ചോന്ന് അറിയില്ലല്ലോ, അതാ. ഏയ്, അങ്ങനെയൊന്നും കരുതണ്ട. ആരും ഓർമ്മിപ്പിച്ചില്ലെങ്കിലും എന്റെ ഉപ്പയെ ഞാൻ എപ്പോഴും ഓർക്കും. ശരിക്കും സൈറേച്ചിക്ക് എന്നെ അറിയാവോ? ഇവരുടെ ജീവിതത്തിലെ എന്റെ റോള് ചേച്ചിക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? അറിയാം മഹി, എനിക്കെല്ലാം അറിയാം. അറിഞ്ഞ നിമിഷം തന്നെ ഞാൻ ശിവേട്ടന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവാൻ നോക്കിയതാ. പക്ഷേ ഇവരാരും സമ്മതിച്ചില്ല. ഇപ്പോഴും മഹിക്ക് വേണ്ടി ശിവേട്ടനിൽ നിന്ന് അകലാൻ എനിക്ക് സമ്മതമോ? ദൈവദോഷം പറയല്ലേ സൈറേച്ചി. നിങ്ങൾ തമ്മിൽ ചേരേണ്ടവരാ. അല്ലാതെ എന്നെ പോലൊരു മോശക്കാരിക്ക് വിധിച്ചിട്ടുള്ളതൊന്നും അല്ല ശിവേട്ടനൊന്നും. അല്ലെങ്കിലും ശിവേട്ടന് ഇഷ്ടപ്പെട്ട് കെട്ടാൻ ഒരുങ്ങിയുള്ളൊന്നും അല്ല ഞാൻ. എന്റെ ലക്ഷ്യം വേറെ ആയിരുന്നു. അതുകൊണ്ട് എന്തു പറ്റി? എന്നെ ദൈവം കുടുക്കി. സൈറേച്ചിക്കറിയോ, നമ്മള് മനഃപൂർവ്വം ആരെയും നശിപ്പിക്കാൻ ഇറങ്ങിയ നശിക്കുന്നത് നമ്മളായിരിക്കും. അത് ഞാൻ ശരിക്കും പഠിച്ചു. ഇപ്പൊ എന്റെ ഉള്ളില് കഴിഞ്ഞതിനൊക്കെ പരിഹാരം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളൊക്കെ ഒരുമിച്ച് ജീവിക്കുന്നത് കാണാനാ. എത്ര നല്ല മനസ്സാ മഹിക്ക്. എന്നിട്ട് എങ്ങനെ സംഭവിച്ചു ഇതൊക്കെ? എന്റെ നഷ്ടങ്ങളൊക്കെ ഞാൻ തന്നെ വരുത്തി വെച്ചതാ ചേച്ചി. ഇപ്പോഴാ ഞാനതൊക്കെ തിരിച്ചറിഞ്ഞത്. ഇനിയുള്ള ആയുസിൽ ആരെയും ദ്രോഹിക്കാതെ നല്ലത് മാത്രം ചെയ്ത് ജീവിക്കണമെന്നാ എന്റെ ആഗ്രഹം. ഒക്കെ നടക്കും. പഠിച്ചോൻ കാണുന്നുണ്ടല്ലോ ഈ മനസ്സ്. മഹി ധൈര്യമായിട്ടിരിക്കെ. മതി മതി സംസാരിച്ചത്, ജ്യൂസ് കുടിക്ക്. ഇങ്ങത്താ, ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. ഇവൾ ഒരു മണ്ടി തന്നെ. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടി. എന്തായാലും ദേവേട്ടനെ പെണ്ണായി ഇവിടെ ജീവിക്കാൻ ഈ പൊട്ടിയൊരു തടസ്സാവൂന്ന് എനിക്ക് തോന്നുന്നില്ല.
കിട്ടാത്തത്? ആ തിലകൻ ചേട്ടൻ എടുക്കുന്നുമില്ല. ആ അമ്മേ, ആ ഞാൻ ഇന്ദുവിനെ ട്രൈ ചെയ്യായിരുന്നു, അവളെ കിട്ടുന്നില്ല. നിങ്ങളെപ്പോ വന്നു? എന്തേതൊക്കെ? ദാ ഇപ്പൊ വന്ന് കേറിയതേ ഉള്ളൂ. ഇത് കുറച്ച് ഡ്രസ്സുകളാ, ആഭരണങ്ങളും വാങ്ങി. കാർത്തു, അമ്മയുടെ കവറം കൊടുക്ക. ഇന്ന അമ്മ ഇതങ്ങ് പിടിച്ചേ. പിടിയേ. ഞങ്ങളെ ഇന്നൊരു ജോത്സ്യനെ പോയി കണ്ടിരുന്നു. പുള്ളി ഒരു നല്ല മുഹൂർത്തം കുറിച്ച് തന്നിട്ടുണ്ട്. തിരിച്ചു വരും വഴി കാർത്തുവാ പറഞ്ഞത് കല്യാണ പർച്ചേസും കൂടെ നടത്തിയേക്കാന്ന്. അങ്ങനെ വാങ്ങിയതാ ഇതെല്ലാം. ദേ എല്ലാവർക്കും ഉള്ളതുകൊണ്ട്. മോനെ, നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് തീരുമാനിച്ച കഷ്ടത്തിലാവുന്നത് ഞാനാ. എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ ഈ ക്രൂരതയൊക്കെ എന്നോട് ചെയ്യുന്നത്? അമ്മയുടെ ടെൻഷൻ എനിക്ക് മനസ്സിലായി. ഇന്ദുവച്ചോട് ഇതെങ്ങനെ പറയുന്നല്ലേ അമ്മയുടെ ആശങ്ക. അതെ, അത് തന്നെയാ എന്റെ ഭയം. ഇവളെന്ന് വെച്ച ജീവനാ അവൾക്ക്. കാർത്തൂനെ എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു പോയ അവളോട് ഞാൻ എങ്ങനെയാ മോനെ ഇവള് ഗർഭിണിയാണെന്ന് പറയുന്നത്? അമ്മ ഇനി അതോർത്ത് വിഷമിക്കണ്ട. ഇന്ദുവച്ച എല്ലാം അറിഞ്ഞു. എന്തു അറിഞ്ഞെന്നോ? എങ്ങനെ? ഞാൻ ചേച്ചിയെ പോയി കണ്ടിരുന്നമ്മേ. എന്നിട്ട് എല്ലാ സത്യങ്ങളും പറഞ്ഞു. ഞങ്ങൾ ഒന്നാവുന്നതില് ചേച്ചിക്കൊരു എതിർപ്പുമില്ല. ചേച്ചി എന്നെ വന്ന് അമ്മയോട് സംസാരിച്ചോളാന്ന് പറഞ്ഞു. ഈശ്വര, അവളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അമ്മേ, ചേച്ചി എന്താണെങ്കിലും ഫേസ് ചെയ്യാതെ പറ്റുമോ? എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ ഒളിച്ചു കളിക്കാനാവുക? എന്തായാലും ഞങ്ങൾ മനസ്സുകൊണ്ട് ശരീരം കൊണ്ടും അടുത്തു. അപ്പൊ പിന്നെ ഞങ്ങളെ ഒരുമിപ്പിക്കുന്നതല്ലേ നല്ലത്. മാത്രമല്ല, ആരെതിർത്താലും കാർത്തൂനെ ഞാൻ സ്വന്തമാക്കുക തന്നെ ചെയ്യും. അപ്പൊ പിന്നെ അത് നാലാളറിഞ്ഞ് നല്ലൊരു ചടങ്ങായി നടത്തുന്നതല്ലേ നല്ലത്. അമ്മേ, ചേച്ചിയുടെ അനുഗ്രഹവും പ്രാർത്ഥനയും എനിക്കിപ്പോ ഉണ്ട്. പിന്നെ എന്തിനാ അമ്മ ടെൻഷൻ അടിക്കുന്നത്? ഉടനെ ചേച്ചി ഇങ്ങോട്ട് വരും. അതെ, അതോർത്ത് അമ്മ ഇനി ടെൻഷൻ ആവണ്ട. ദേ, അമ്മ ഈ കവറൊക്കെ അലമാരി കൊണ്ടുപോയിക്ക്. കറുത്തു, ഞാൻ ഇറങ്ങാം. ഉണ്ണിയേട്ടന് രാവിലെ പോയാ പോരെ? സമയം ഇത്രയായില്ലേ? ഇല്ല കറുത്തു, പോണം. അമ്മയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കണം. ജോത്സ്യൻ തന്ന മുഹൂർത്തത്തിന് ഇനി 2 ദിവസമല്ലേ ഉള്ളൂ. അതിനുമുമ്പ് പലതും ചെയ്യാനുണ്ട്. അമ്മേ, അപ്പൊ ഞാൻ ഇറങ്ങാം. പ്രാർത്ഥിക്കണം. ഞാനിനി മാളിയേക്കൽ സന്തതിയാണെന്ന് ഇന്ദുവിൽ നിന്ന് അമ്മ അറിഞ്ഞ അവർ വല്ല ഇടകൂടെ ഒപ്പിക്കോ? ഏയ്, അതൊക്കെ ഇന്ദു നോക്കിക്കോളൂ. അത്രയ്ക്ക് വലിയ കുരുക്കല്ലേ എൻ്റെ അനിയത്തി അവളുടെ കഴുത്തിൽ മുറുക്കിയിരിക്കുന്നത്. കുഞ്ഞേ, ഇന്ദു കുഞ്ഞേ. ജോയിച്ചാനോ? സോറി, ഞാൻ അറിഞ്ഞില്ല കേട്ടോ വന്നത്. അതിനൊക്കെ എന്തിനാ സോറി പറയുന്നേ? അല്ല, ജോയിച്ചാൻ എന്താ ഈ നേരത്ത്? അതെ, താഴത്തെ നില വേറൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തു. അതൊന്ന് കുഞ്ഞിനോട് ഒന്ന് പറയേണ്ടത് മര്യാദയാണല്ലോ, അതിനാ വന്നത്. വാടകയ്ക്ക് കൊടുത്തെന്നോ? ആർക്ക്? അയ്യോ, കുഞ്ഞു പേടിക്കൊന്നും വേണ്ട. മോളെ പോലെ തന്നെ ഒരു പെങ്കൊച്ചിനാ വീട് കൊടുത്തത്. ഒരു കുഴപ്പമില്ല, നല്ല തങ്കം പോലൊരു കൊച്ച. എന്തായാലും പുതിയ വാടകക്കാർ വന്നത് നന്നായി. അല്ലെങ്കിലും ഞാൻ വീട് ഒഴിയാൻ വേണ്ടി ജോയിച്ചാനെ വിളിക്കാനിരിക്കായിരുന്നു. അയ്യോ, അതെന്ത് പറ്റി? വേറൊരു പാർട്ടി കൂടി വീട് വാടകയ്ക്ക് കൊടുത്തത് കുഞ്ഞിന് ഇഷ്ടപ്പെട്ടില്ലേ? അതുകൊണ്ടല്ല ചായ, ഞാൻ നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. ആഹാ, താനായിരുന്നോ? ഞാനിത് ഓർത്തു ഈ നേരത്ത് ആരാന്ന്. മോള് വിളിച്ചു വരുത്തിയതാവൂ. ഏയ്, നോ 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 നോ, ഞാൻ പുതിയൊരു വാടകക്കാരിയും കൊണ്ട് വന്നതാ. വാടകക്കാരിയോ? അതാരാ? ദേ, ഇപ്പൊ വിളിക്കാം. വിളിച്ച വിളിപ്പുറത്താ മുതല്.